ടു ജീവിതം അല്ലേ? ആ സമയത്തൊക്കെ ഈ ഒരു എന്താ പറയാ, സന്യാസത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം തീവ്രമായി തന്നെ ഉള്ളിലുണ്ടായിരുന്നു. +1 പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. കാരണം +1 നമ്മൾ ആ ഒരു വാശിയോട് കൂടെയാണല്ലോ വന്ന് ചേരുന്നേ, കോഴ്സിന് ചേരുന്നതൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ കയ്യിൽ കൊന്ത പിടിച്ച് നടക്കും. കാരണം എന്നെ കാണുന്നവരൊക്കെ അറിയണം, ഈ +2 കഴിഞ്ഞാൽ ഞാൻ മടത്തി പോകുന്ന അറിയണം. ആ ഒരു രീതിയിലായിരുന്നു +1 ലൈഫ്. പക്ഷെ +1 കഴിഞ്ഞപ്പോഴേക്കും എന്റെ ആഗ്രഹങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് തെന്നി മാറി തുടങ്ങി. പിന്നെ അത്രയും നാള് ഈശോയായിട്ട് കട്ട കമ്പനി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഈശോയോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കുറെ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഈശോയുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാതെ ആയി. പിന്നെ ഫുൾ ഫ്രണ്ട്ഷിപ്പ്, പിന്നെന്താ പറയാ, അങ്ങനെ നല്ല ഡ്രസ്സ് ഇടണം, പിന്നെ അങ്ങനെ ഒരുങ്ങി നടക്കണം, അങ്ങനത്തെയൊക്കെ. പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള അറ്റാച്ച്മെന്റും അട്രാക്ഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്റെ ലൈഫില്. പക്ഷെ അപ്പോഴൊക്കെ ഈ കൂട്ടുകെട്ടായിരുന്നോ, കൂട്ടുകെട്ട് കൂടിയതായിരുന്നോ ആ സമയത്ത് അങ്ങനെ വരാൻ കാരണം? +1 കഴിഞ്ഞിട്ട് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകാരെല്ലാവരും നല്ല കൂട്ടുകാരാണ്, നന്നായി പഠിക്കുന്നവരും നല്ല സ്വഭാവമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈശോയോടുള്ളതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം എന്റെ കൂട്ടുകാരോട് കൂടെ ആയി. ഫ്രണ്ട്ഷിപ്പിലേക്കായി എന്റെ എല്ലാ ശ്രദ്ധയൊക്കെ. പിന്നെ ഈശോയുടെ അടുത്ത് ഞാൻ പല കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളും തന്നെ ഈശോയുടെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെയൊക്കെ ആയപ്പോഴേക്കും അത്രയും ആ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ആ ഒരു സ്നേഹമൊക്കെ ഈശോയുടെ അടുത്ത് നിന്ന് കുറഞ്ഞ്, പിന്നെ ഈശോ ജസ്റ്റ് ഒരു ഫ്രണ്ട്, ഒരു ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആയി തുടങ്ങി. പക്ഷെ പുറത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു എംപ്റ്റിനെസ്. മുഖത്ത് ഭയങ്കര സന്തോഷമാണെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഞാൻ മിസ് ചെയ്യുന്നുണ്ടല്ലോ, ആരെയൊക്കെയോ ഞാൻ മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഈശോ അങ്ങനെ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ബ്രേക്ക് ആയായിരുന്നു.